പ്രൈസ് ദി ലോർഡ്. ഫിലാദൽഫിയ സഭയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ ഇന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വിശ്വാസികൾക്ക് ഭോഷത്വം. പത്രോസ് പറഞ്ഞതല്ല ഞങ്ങൾ കേൾക്കാൻ, യേശുക്രിസ്തു പറഞ്ഞത് മതി എന്ന് പറയുമ്പോൾ പത്രോസ് എന്ന ജഡശരീരത്തിൽ നോക്കിക്കൊണ്ട് ജഡീകന്മാർ അകത്തിരുന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കാണാതെ, കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിനാണ് പത്രോസിനോട് സംസാരിച്ചത്. ഓക്കെ, അത് കാണാൻ കഴിയാതെ തള്ളിക്കളയുകയാണ്. ഈ കാലം അങ്ങനെ തന്നെയാണ്. സഭാപ്രസംഗി 7:29 പറയുന്നു, ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിക്കുന്നു. എന്താ, പരിശുദ്ധാത്മാവിനാൽ തുടങ്ങിയ ദൈവസഭയുടെ എല്ലാവരുടെയും ബൈബിളിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് സൂത്രത്തിൽ മാനുഷിക ഉപദേശങ്ങളോടാണ് ജനം പഠിപ്പിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്ത് സഭ വിളിച്ചു കൂട്ടിയപ്പോൾ ഈ സഭയിലേക്ക് വന്നവർക്ക് എന്ത് ലഭിച്ചു? അത് വിശ്വസിച്ച് വന്നവരുടെ മേൽ ദൈവം അഭിഷേകം അയച്ചു കൊടുത്തപ്പോൾ, അപ്പോൾ അതേ സമയത്തിന് ലൂഥറൻ സഭക്കാരിപ്പുണ്ട് ഇല്ല, പെന്തക്കോസ്ത് കത്തോലിക്ക മാർത്തോമ ഇരിപ്പുണ്ട്. ഈ സന്ദേശം ഈ കാലത്തെ ഏഞ്ചലിലൂടെ ദൈവം അറിയിച്ചതിനെ വിശ്വസിക്കാത്തവർക്ക് തൊട്ട്, ഒരു ഉദാഹരണം, ഒരു 7 മുറിയുള്ള, അടുത്തടുത്ത് 7 മുറിയുള്ള ഒരു കൂട്ടം മുറിയുണ്ട്. ഓരോ സഭയിലും ഓരോ കാലത്തുള്ള ഓരോ റൂമിലും ഓരോ സഭാ വിശ്വാസത്തിൽ, കത്തോലിക്ക, മാർത്തോമ, CSI, ലൂഥറൻ മിഷൻ, സെവൻത്തിലെ, അല്ലെങ്കിൽ ഇന്നിപ്പം പെന്തക്കോസ്ത്, ഇവരെല്ലാം ഇരിക്കാമെന്നായിരിക്കും. പെന്തക്കോസ്തിന്റെ കാലത്ത് ദൈവം പറഞ്ഞ വചനം കേട്ട് വിശ്വസിച്ച് വന്നുകൂടിയ ആ കൂട്ടത്തിന്റെ ഇടയിലേക്ക് മാത്രമേ ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുള്ളൂ, മറ്റൊരു കൂട്ടത്തിലേക്ക് അയക്കില്ല. ലൂഥറൻ സഭ ഇന്ന് പരിശുദ്ധാത്മാവില്ല, അന്യഭാഷ ഇല്ലെന്നല്ലേ പറയുന്നത്. അതിന് മുമ്പിലുള്ളത് വിശുദ്ധീകരണവും പറയുന്നില്ല, അന്യഭാഷയില്ല, പ്രവചനമില്ല, ഒന്നുമില്ല CSL മാർത്തോമയിൽ. എന്നാൽ അതിൽ ചില ആൾക്കാർ നമ്മൾക്ക് ട്രാക്റ്റ് എല്ലാം ഒരുപാട് സഭകളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കേട്ട് വിശ്വസിക്കുന്നവർ പുറത്തേക്ക് വരും. ചിലപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് അത് വിശ്വാസമായി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോയാൽ അവർ അന്യഭാഷയിൽ അവർ സംസാരിക്കും. പിന്നെ അവിടെയും പോയി ഇവിടെയും പോയി, ശീതോഷ്ണവന, അത് പോവില്ല. ഓക്കെ, അങ്ങനെ പെന്തക്കോസ്തിലേക്ക് വന്നുകൂടിയവർക്ക് അന്യഭാഷയും കൃപാവരങ്ങളും ലഭിച്ചു. എന്നാൽ ഈ കൃപ ലഭിക്കാത്ത സകലവരും ഇന്നും പറയുന്നു ഇവരെല്ലാം സാത്താൻ്റെ സന്തതികൾ എന്ന്. അതായത് ഈ കാലത്തുള്ളവരോട് കർത്താവ് പറയുന്നത് നോക്കൂ, വെളിപ്പാട് പുസ്തകം 3:8, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ ഇരുന്ന പെന്തക്കോസ്ത് കാലത്തുള്ള ജനത്തോട് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വയ്ക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. നോക്കൂ, ഈ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ വഴിയായിട്ട് പെന്തക്കോസ്ത് ആ സഭയിലേക്ക് വരുവാനായിട്ട് ആർക്കും തടയാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ വരും. ഇന്നും പെന്തക്കോസ്ത് സഭാകാലമായപ്പോഴത്തേക്ക്, ഇന്ന് ലവോദിക്ക സഭാകാലമായപ്പോഴത്തേക്കും ഇതേ വാതിൽ വഴിയായി തന്നെയാണ് ഞങ്ങളെല്ലാവരും, കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഉള്ളവരെയും ഇതേ വാതിൽ വഴിയാണ് വിളിക്കുന്നത്. ഇത് ഇടുക്കമുള്ളതാണ്, എല്ലാവർക്കും വരാൻ കഴിയില്ല. വരാൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവരെ നിങ്ങൾക്ക് തടഞ്ഞു വയ്ക്കാനും കഴിയില്ല. അതുകൊണ്ട് ആടുകളെ മോഷിച്ചുകൊണ്ട് പോകുന്നില്ല, ദൈവത്തിൻ്റെ ആടാണെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരികയുള്ളൂ. നോക്കൂ, പെന്തക്കോസ്തിന് ശേഷം ഇനി ഒരു സഭകാലം കൂടെ ബാക്കിയുള്ളൂ. പെന്തക്കോസ്ത് കാലത്തിന് ശേഷം ഈ ജനമെല്ലാം ആ ദൂതനിലൂടെ കർത്താവ് അവിടെ പറയുന്ന സകലതും കേട്ട് പ്രമാണിച്ചനുസരിക്കുമ്പോഴാണ് അവിടെ വെച്ച് അപ്പോസ്തല പ്രവൃത്തി 2:38 പാപമോചനത്തിന് സ്നാനം, അതിന് വരാൻ പോകുന്ന സഭകാലത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇന്ന് ഓരോ സഭയിലെയും ജനം തങ്ങളെയും തങ്ങളുടെ പുരോഹിതനെയും ലോകത്താകമാനം വിവിധ തരം വിശ്വാസത്തിൽ നിൽക്കുന്നവരെയും തങ്ങൾക്ക് മുൻപേ ഉള്ളവരെയും നോഹയുടെ കാലത്തുള്ളവരെ പോലെ നോക്കിക്കൊണ്ട് പറയുന്നു, വേറെ സഭക്കാർ ആരും പറയുന്നത് കേൾക്കരുത്. അതായത് പെന്തക്കോസ്തുകാരോ മറ്റുള്ളവരോ വന്ന് പറയുന്നത് കേൾക്കരുത്. ഇപ്പം ഞങ്ങൾ ചെന്ന് പറയുമ്പോഴും പറയും പോവരുത്. ഞങ്ങൾ പെന്തക്കോസ്ത് ഒറിജിനൽ പെന്തക്കോസ്ത് വരുന്നതിന് മുമ്പ് പിശാച് വെച്ചു കൊടുത്ത ഒരു പേരാണ്. ജോൺ വെസ്ലി പെന്തക്കോസ്ത് സഭയെന്ന് തുടങ്ങിയില്ല. ജോൺ വെസ്ലിയാണ് പെന്തക്കോസ്തിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് മറ്റ് സഭകളിൽ നിന്ന്. അദ്ദേഹം പെന്തക്കോസ്ത് സഭ ഇത് സംഘടനയാക്കും. പിന്നത്തേതിന് ഈ വ്യക്തിയുടെ കാലശേഷം ഇവരെല്ലാം പഴയതിലേക്ക് പോയി മറ്റ് സഭകളെ പോലെ ഇവർ സംഘടനയാക്കി ഒരു രജിസ്ട്രേഷനൊക്കെ തുടങ്ങി. അപ്പോഴാണ് പെന്തക്കോസ്ത് ഇട്ടത്. അത് ഒറിജിനൽ പെന്തക്കോസ്ത് വരുന്നതിന് മുൻപ് ഇതൊരു മുൻമഴയാണ്. മുൻമഴ ഒന്നാമതുണ്ടായിരുന്നു, യഥാർത്ഥ പെന്തക്കോസ്ത്. അതിൽ നിന്ന് ഒറിജിനൽ പെന്തക്കോസ്ത് വരുന്നതിന് മുമ്പ് പിശാച് വെച്ചു കൊടുത്ത പേരാണ് പെന്തക്കോസ്ത്, ഇന്ന് കാണുന്ന പെന്തക്കോസ്ത്. എന്നാൽ വാസ്തവത്തിൽ അത് യഥാർത്ഥ പെന്തക്കോസ്ത് ആണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പെന്തക്കോസ്ത് നാളിൽ വന്ന പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച സ്നാനവും അവർ ചെയ്യും, ആ നാമത്തെ നിഷേധിക്കില്ല. അതാ ഞാൻ മുൻകൂർ പറഞ്ഞത്. ഇവരുടെ വിവാഹം നോക്കുക, യേശുക്രിസ്തു നാമത്തിലല്ല വിവാഹം നടത്തുന്നത്. ഇവരുടെ മരണ ശുശ്രൂഷ യേശുക്രിസ്തു നാമത്തിലല്ല. ഇവരുടെ കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠ യേശുക്രിസ്തു നാമത്തിലല്ല. ഇവരുടെ സ്നാനം യേശുക്രിസ്തു നാമത്തിലല്ല. വീട് വെഞ്ചരിക്കുന്നത് യേശുക്രിസ്തു നാമത്തിലല്ല. ഒന്നും ഇവർ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. ഇവർ ചെയ്യുന്നത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനും ഭൂതത്തെ പുറത്താക്കാനും അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ പറയും, ബാക്കിയൊന്നും അവർ ചെയ്യില്ല. അപ്പോൾ യേശുക്രിസ്തു നാമത്തിൽ മുട്ടുമടക്കാത്ത ഒരു കൂട്ടരാണ് ഇവരെല്ലാവരും. ഓക്കെ, അപ്പോൾ ഇന്നും പറയുന്നു വേറെ ആരും പറയുന്നത് കേൾക്കരുത് എന്ന് അവർ പറയാണ്. കാരണം സാത്താൻ അവർക്ക് എബ്രായ ലേഖനം 3-4 അധ്യായം കാണാതിരിക്കാനാണ്.
അപ്പോൾ ഓരോ കാലത്തും ദൈവം അയക്കുന്ന വ്യക്തികളിലൂടെ വന്ന് പറയുന്ന അപ്പോസ്തലന്മാരുടെ വിശ്വാസം ആണ്. അപ്പോസ്തലന്മാരുടെ വിശ്വാസം കേട്ട് അനുസരിക്കാത്തവരെ കൊന്നുകളയും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്തവരെ തള്ളിക്കളഞ്ഞതാണെന്ന് കാണുന്നു. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് എബ്രായ ലേഖനം 3-4 അധ്യായത്തിൽ പറയുന്നുണ്ട്, പണ്ട് അവർ മരുഭൂമിയിൽ വീണു പോയതുപോലെ നിങ്ങൾ വീണു പോകരുത്. അവർ ഒരു സദ്വർത്തനം കേട്ടതുപോലെ നാം ഒരു സദ്വർത്തനം കേട്ടിരിക്കുന്നു. അവർ മത്സരഗ്രഹങ്ങളായതുപോലെ നാം മത്സരഗ്രഹങ്ങളാകരുത്. അതിനാൽ അല്ലോ അവൾ വഴിയിൽ വീണു പോയത്. അപ്പോൾ ഇതെല്ലാം ഓരോ കാലത്തും ഇപ്പോൾ മോശയിലൂടെയും നോഹയിലൂടെയും പ്രവാചകന്മാരിലൂടെയും യേശുവും അപ്പോസ്തലന്മാരിലൂടെയും പറഞ്ഞത് കേൾക്കാത്തവരെ, മുൻ അപ്പോസ്തലന്മാർക്ക് മുമ്പുള്ളവരെ പറഞ്ഞിട്ട് കേൾക്കാത്തവരെ എല്ലാം കൊന്നു കളഞ്ഞ കാര്യം ഇന്നത്തെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നിൽക്കുന്നവരെന്ന് പറയും, പഴയ കാലത്ത് ദൈവം അവരെ കൊന്നു കളഞ്ഞു, അനുസരിക്കാത്തവരെല്ലാം കൊന്നു കളഞ്ഞു എന്നുള്ളത് അവർക്കറിയാം. എന്നിട്ട് പറയും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കാലത്തിലേക്ക് വേണ്ടി അവർക്ക് എന്ത് വചനമാണ്, ഏത് വചനമാണ്, എന്താണ് വിശ്വസിക്കേണ്ടത്, പ്രമാണിച്ചനുസരിക്കേണ്ടത് എന്നത് പിശാച് മന്ദമാക്കി കളയും. ഇതാണ് ഓരോ കാലത്തിലും പിശാച് ചെയ്യുന്നത്. സഭയ്ക്കകത്ത് എല്ലാ പുരോഹിതന്റെ ഉള്ളിൽ സാത്താനാണ് ഇരിക്കുന്നത്. അല്ല പരിശുദ്ധാത്മാവാണ് ഇരുന്നെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെ പറഞ്ഞു കൊടുത്ത ഈ നാമത്തെ എങ്ങനെ നിഷേധിക്കും, ഈ സ്നാനത്തെ എങ്ങനെ നിഷേധിക്കും? അപ്പൊ ശക്തിയെ, പരിശുദ്ധാത്മാവിനെ ത്യജിച്ച് ഭക്തിയുടെ മൂർച്ച കൂട്ടി നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ടോ അവർ പറയുന്നു ദൈവം ക്രൂരനല്ല, ദൈവം നല്ലവനാണ്, കരുണയും മനസ്സലിയും ഉള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പുതിയ ഉപദേശം കേട്ട് പോവേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നിൽക്കുന്ന വിശ്വാസം തന്നെ നിന്നാൽ മതി. പണ്ട് സാത്താൻ അവന്റെ ദുരുപദേശവുമായി പോയത് ആദാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇന്ന് ഞാൻ ഈ വിളിച്ചു പറയുന്ന അപ്പോസ്തലന്മാരുടെ വിശ്വാസവും സ്നാനവും പ്രത്യാശ അതിലേക്ക് വരണ്ട, അല്ലെങ്കിൽ ദൈവം കൊല്ലില്ല എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്ത് അനുസരിക്കാത്ത ജനത്തെ എല്ലാം ദൈവം കൊന്നവരെയൊക്കെ ദൈവം തിരികെ ജീവിപ്പിച്ചുകൊണ്ട് അവരുടെ ക്ഷമ ചോദിക്കേണ്ടി വരും. കാരണം പർവ്വതത്തിലാണ് ഒരു വെട്ടം ഉണ്ടാക്കി വെച്ചത്. മഴയില്ലാത്ത സമയത്ത് മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലോക സാഹചര്യത്തിന് വിപരീതമായി സാധാരണ ഒരു ആട്ടിടയനോ കൃഷിക്കാരനോ എന്ന് പറയാണ്, വലിയ പുരോഹിതനൊന്നുമല്ല, ബൈബിൾ കോളേജിൽ സെമിനാരിയിലെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് പറഞ്ഞതെങ്കിൽ എല്ലാവരും കേൾക്കുമായിരുന്നു. ഇത് സാധാരണ ഒരു വ്യക്തി ഉപയോഗിച്ച് പറയുമ്പോൾ പക്ഷെ ബൈബിളിലുണ്ട്. ആ അന്ന് 120 പേർ മാളിക മുറിയിൽ കൂടിയിരുന്നതിൽ മറിയ ഉപയോഗിച്ചിട്ടാണ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ചെയ്യുമായിരുന്നു. കാര്യം എന്താ? യേശുവിൻ്റെ അമ്മ മറിയ പറഞ്ഞിരിക്കുന്നു, നമുക്കത് ചെയ്യാം. അതല്ല, അന്ന് ആ കൂടിയിരുന്നതിൽ ഒരു യോഗ്യതയില്ലാത്ത പത്രോസിലൂടെയാണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. ആ ഭോഷത്വത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം കേട്ടും ദൈവം ചിലരെ മാനസാന്തരത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും കർത്താവ് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഏദൻ തോട്ടത്തിൽ വന്നത് പുരുഷന്റെ അടുക്കലല്ല പിശാച് വന്നത്, സ്ത്രീയുടെ അടുക്കല. സ്ത്രീ എന്ന് വെച്ചാൽ സഭ എന്ന് വെച്ചാൽ ദുരുപദേശം പഠിപ്പിക്കാൻ ആപ്ത ആയുള്ള കാര്യമാണ് സ്ത്രീ. അവളുടെ അടുക്കലേക്കാണ് പോയത്, ആദാമിന്റെ അടുക്കലേക്കല്ല. അതായത് ഹവ്വ എന്നാൽ സ്ത്രീ എന്നാൽ സഭ. മനസ്സിലാകുന്നുണ്ടോ? സാത്താൻ അന്നും ഇന്നും ബൈബിൾ കോളേജിലൂടെ പുരോഹിതൻ വഴിയായി, അത് ബൈബിൾ കോളേജ് പുരോഹിതൻ, അത് പുരുഷനായിരുന്നാലും അത് എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, സ്ത്രീയാണ്, എതിർ ക്രിസ്തു സഭ. അതിലൂടെ തന്നെയാണ് ഈ ദൈവജനത്തെ മുഴുവൻ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നത്. ഓക്കെ, AD 312 സാത്താന്റെ ദുരിതവശത്താൽ തുടങ്ങിയതാണ് കത്തോലിക്ക സഭ. അതിനെ ആകമാനം തകിടം മറിച്ചതിനെ കർത്താവ് പിന്നെ കാലാകാലങ്ങളിലൂടെ ഓരോ വ്യക്തിയെയും ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെ FSS സഭാകാലത്തുള്ള അതേ വിശ്വാസത്തിലേക്ക് തിരികെ യഥാസ്ഥാനത്താക്കുകയാണ്. ഈ ദൈവിക പദ്ധതികളാണ് ഇതെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിക്കപ്പെട്ടവർ മാത്രം പുറത്തേക്ക് വരികയും അല്ലാതുള്ളവർ ആ കാലത്തിൻ്റെ വെളിപ്പാടിനോട്, ക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കുകയും അവർ മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് ഓരോ കാലത്തും ദൈവം ഇങ്ങനെ വിളിച്ചു പറയാൻ ഉപയോഗിക്കുമ്പോൾ ആ വിളിച്ചു പറയാൻ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തിയെ നോക്കും, അയാളുടെ ജീവിതത്തെ നോക്കും. പഴയകാല ജീവിതം എന്താണെന്ന് നോക്കിയിട്ട് ആ വ്യക്തിയിൽ ഇരുന്ന് പറയുന്ന ക്രിസ്തുവിനെ കാണാതെ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ തന്നെ ആ കാലത്തിൻ്റെ സന്ദേശത്തെ തള്ളിക്കളയും. നോക്കൂ, ദൈവത്താൽ വിളിക്കപ്പെടാത്ത സകല പേരും ഈ വചനം പറയുന്ന ആളിൻ്റെ ശരീരം നോക്കിക്കൊണ്ട് ഈ വചനം പറയുന്നവൻ്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ നിഷ്ഠൂരം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, അതങ്ങ് മുകളിലാണ്. ഈ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്നത് അതേ ക്രിസ്തു തന്നെയാണ്. അവർ പണ്ട് പരീശന്മാർ വന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്കൊരു പിതാവുണ്ട്, അബ്രഹാം പിതാവ്, ഞങ്ങൾക്കൊരു ദൈവമുള്ളൂ, അത് യഹോവയാണ്. അപ്പം മോശയെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങൾ വാസ്തവമായും അബ്രഹാമിൻ്റെ മക്കളായിരുന്നുവെങ്കിൽ അബ്രഹാം എന്നെ നിന്ദിച്ചില്ല. ഓക്കെ, അബ്രഹാം എന്നിട്ട് മരുഭൂമിയിൽ മോശയുടെ കൂടെ വന്നവർ സ്വർഗീയ മന്ന തിന്നു. യേശു പറഞ്ഞു, ആ സ്വർഗത്തിൻ്റെ മന്ന തിന്നവരെല്ലാം മരിച്ചുപോയി. 2 പേർ, യോശുവയും കാലേബും മാത്രമേ പോയുള്ളൂ. അതുപോലെ ഇന്നത്തെ കാലത്തും ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് ആ പറയുന്ന വചനത്തെ കേൾക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും
മനുഷ്യന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് ജഡീക മനുഷ്യരാണ് ആ കാലത്തിന്റെ ദൈവവചനത്തെ തള്ളിക്കളയുന്നത്. അത് നോഹ വന്നപ്പോഴും അങ്ങനെ തന്നെ, യേശു വന്നപ്പോഴും അങ്ങനെ തന്നെ. ഇന്ന് നോക്കുക, അപ്പോസ്തലൻ പത്രോസിന്റെ ശരീരം നോക്കിക്കൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വേണ്ട എന്ന്. എന്നാൽ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വേണമെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 24:49. ആ വചനം ആരും കാണില്ല. ക്രിസ്തു മരിച്ച് അടക്കി ഉയർത്തെഴുന്നേറ്റ് അവന്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും വന്നു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുക്രിസ്തു പറയുന്നുണ്ട്. അതിന്നും ആർക്കും ഗ്രഹിക്കുന്നില്ല. പിശാച് മത്തായി 28:19 മാത്രം കാണിച്ചു കൊടുക്കും, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മതി എന്ന്. മറ്റൊന്നും കാണിച്ചു കൊടുക്കില്ല. ഓക്കെ, യേശു വന്നപ്പോൾ നോഹയുടെയോ മോശയുടെയോ വചനവുമായിട്ട് വന്നില്ല. കാര്യം എന്താ? ഓരോ കാലത്തിലേക്ക് സന്ദേശം എന്തറിയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ സന്ദേശവുമായിട്ടാണ് ആ കാലത്ത് ദൈവം ഒരുവരെ തിരഞ്ഞെടുക്കുന്നത്. ഇന്നിപ്പോൾ പത്രോസിലൂടെ അപ്പോസ്തലന്മാരോട് പറഞ്ഞത് ഞാൻ അറിയിക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്നു, പത്രോസ് പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് യേശു പറഞ്ഞത് മതി. അത് പഴയതാ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വന്നെടുത്ത് പറഞ്ഞ അന്നന്നത്തെ മന്ന, ഈ കാലത്തിന്റെ മന്ന അപ്പോസ്തല പ്രവൃത്തി മുതലുള്ളതാണ്. യേശു വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നിന്നെ വേണ്ട, മോശ പറഞ്ഞത് മതിയെന്ന്. മോശ പറഞ്ഞപ്പോൾ കേൾക്കാത്തവരുടെ മക്കളാണ് യേശുവിൻ്റെ കാലത്ത്. അപ്പോൾ യേശു പറഞ്ഞത് കേൾക്കാത്തവരുടെ ചെറുമക്കളാണ് ഇന്ന് യേശു പറഞ്ഞത് മതി എന്ന് പറയുന്നു. യേശു പറഞ്ഞപ്പോൾ ഇവരുടെ പിതാക്കന്മാർ കേട്ടില്ല. യേശു പറഞ്ഞപ്പോൾ മോശ പറഞ്ഞത് മതി, മോശയുടെ കാലത്ത് മോശ പറഞ്ഞത് കേട്ടില്ല. അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ. ഇന്ന് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനോട് പറഞ്ഞത് കേൾക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ പഴയതിലേക്ക് പോയി എല്ലാവരും മരിച്ചു പോവുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശം ഇപ്പം അറിയിക്കേണ്ടത്. ഈ അവസാന കാലത്ത് നമ്മുടെ സകല സഭകളുടെയും വചനവിരുദ്ധമായ പ്രവൃത്തി കാരണം കർത്താവ് ഇന്ന് സഭയ്ക്ക് പുറത്തു പോയിരിക്കുകയാണ്. അത് അടുത്ത സഭാകാലത്തിൽ കൂടുതൽ കാര്യം പറയുന്നുണ്ട്. വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അപ്പോൾ ഫിലാദൽഫിയ സഭ, അതായത് പെന്തക്കോസ്ത് സഭാകാലമായപ്പോൾ വെളിപ്പാട് പുസ്തകം 3:8 എന്താ പറഞ്ഞത്? ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിൽ എൻ്റെ നാമം നിഷേധിച്ചില്ല. ആ നാമം വഴിയായി പെന്തക്കോസ്തിൽ നിന്ന് കുറച്ച് പേർ ഞാൻ ഇന്ന് പോകുന്ന ഈ 7ാമത്തെ സഭ, പെന്തക്കോസ്തിന് ശേഷമുള്ള സഭയാണ്. അപ്പോഴാണ് അവിടെ പൂർത്തീകരണം. ബൈബിളിലെ 7 സഭാകാലങ്ങളെ കുറിച്ച് പറയുന്നത് 7ാമത്തെ സഭ. അപ്പോൾ ഇന്ന് ഈ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആ വാതിൽ വഴിയായി ഈ നാമം, കർത്താവായ യേശുക്രിസ്തു എന്ന നാമം വഴിയായി തന്നെ വരണം. അല്ലാതെ ഉള്ളവരെല്ലാം കളകളായിട്ട് തന്നെയാണ് കർത്താവ് കാണുന്നത്. ഓക്കെ, അപ്പം ജോൺ വെസ്ലിയുടെ കർത്താവ് വിളിച്ച് അറിയിച്ചത് അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാനാണ്. നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം. അപ്പോൾ ഇനി ഈ പെന്തക്കോസ്ത് കാലത്തിന് ശേഷം ഒരു സഭയെ കൂടെ പറയുന്നുണ്ട്, ലവോദിക്ക സഭാകാലം. അത് 1906 മുതൽ, ഡേറ്റ് ആയിട്ടില്ല, കർത്താവ് എന്നാണോ വരുന്നത് അതുവരെയും. അപ്പോൾ അത് അടുത്തതിൽ പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ അറിയാനായിട്ട് വിളിക്കുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.